നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ആഗോള കത്തോലിക്ക സഭ ഇന്ന് ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും അനുസ്മരിച്ചുകൊണ്ട് വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചു. വലിയ നോയമ്പിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യ ദിനം ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദ ലാപ്ടോപ്പ് എക്സ്പെർട്ട്. ഇന്ന് വിഭൂതി തിങ്കൾ. ചാരം പൂശി ചാക്കുടുത്ത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ചൈതന്യം പുലർത്തിയ നിനവേക്കാരെ പോലെ ശിരസിൽ ചാരം പൂശിക്കൊണ്ട് തിരുസഭയും വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. വിഭൂതി തിങ്കൾ സീറോ മലബാർ പാരമ്പര്യമനുസരിച്ച് ഉപവസിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം കൂടിയാണ്. വിഭൂതി തിങ്കൾ കരിക്കുറി തിരുനാൾ, കുരിശുവര പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടും. ഓരോ വിഭൂതി തിരുനാളും നമ്മെ വലിയൊരു സത്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഞാനും കടന്നുപോകും, ഒന്നും സ്ഥിരമല്ല, എന്തൊക്കെയുണ്ടെന്നാലും വെറും കൈയോടെ മടങ്ങേണ്ടവരാണ് നാം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. അതിനാൽ മാനസാന്തരത്തോടെ ഒരുക്കമുള്ളവരായിരിക്കണം തുടങ്ങിയ ചിന്തകളാണ് ഈ തിരുനാളിനും 50 നോമ്പിനും ശക്തി പകരുന്നത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം ആർച്ച് പ്രീസ്റ്റ് വെരി റവറൻ ഫാദർ ജെയിംസ് ശൗര്യാങ്കുഴി, മുണ്ടിയരുമ അസംഷൻ ഫൊറോനോ ദേവാലയത്തിൽ വിഭൂതി തിരുനാളിന് ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ചേമ്പളം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വികാരി ഫാദർ വിനോദ് കാനാട്ടിന്റെ കാർമ്മികത്വത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.